വ്യാഴാഴ്ച കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് 1.5 കോടി രൂപയുടെ തിമിംഗല ഛർദി പിടിച്ച കേസിലെ മുഖ്യപ്രതിയാണ് മുഹമ്മദ് ഇഷാഖ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഹമ്മദ് നൌഷാദും ജാഫറും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഷാഖിനെ കൊച്ചിയിലെത്തിച്ച് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. ലക്ഷദ്വീപിൽ നിന്നും ഇയാളെ വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. മറ്റൊരാൾ വന്ന് വാങ്ങുമെന്ന് പറഞ്ഞ് തിമിംഗല ഛർദി അടങ്ങിയ പാക്കറ്റ് നൌഷാദിന്റെയും ജാഫറിന്റെയും കൈവശം നൽകിയ ശേഷം കപ്പൽ മാർഗം ഇഷാഖ് അഗത്തിയിലേക്ക് കടന്നുകളയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പിടിയിലായ നൌഷാദും ജാഫറും ലക്ഷദ്വീപ് പോലീസ് ഉദ്യോഗസ്ഥരാണ്. മാർക്കറ്റിൽ ഒറിജിനൽ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഒരു 1.5 കിലോ ഉണ്ട്. ഏകദേശം കോടികൾക്ക് മേളിൽ 1 കോടിക്ക് മേളിൽ വില വരുമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായ വില വരുമെന്ന് അറിയത്തില്ല. മെഡിസിനൽ ആൻഡ് കോസ്മെറ്റിക്സിന് യൂസ് ചെയ്തൊരു സാധനമാണ്. വളരെ റെയറായിട്ട് കിട്ടുന്നതാണ്. ലക്ഷദ്വീപിൽ ബേസ് ചെയ്ത് വ്യാപാരം ഉണ്ടെന്നൊരു രഹസ്യവിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴാണ് കൃത്യമായൊരു പ്രൂഫോടുകൂടിയുള്ള ഒരു കേസ് കിട്ടുന്നത്. വ്യാഴാഴ്ച അറസ്റ്റിലായ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി. പിടികൂടിയ തിമിംഗല ഛർദി ഒറിജിനലാണോ എന്ന് ഉറപ്പാക്കാൻ വനം വകുപ്പ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.